ഗ്രീൻ മാസ്റ്റേഴ്സ് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ആദ്യമായി പരിചയപ്പെടുത്തുന്നു 3 ടൺ ക്ലാസ് മെഷീൻസ് SK30 ആൻഡ് SK35. SK140 നമ്മുടെ 14 ടൺ ക്ലാസ്സിലുള്ള മെഷീനാണ്. ഹെവി സെഗ്മെൻറ്റിലെ ഏറ്റവും എഫക്റ്റീവായൊരു മെഷീനാണ് ബ്ലൂ മെറ്റൽ ക്വാറി ആപ്ലിക്കേഷൻ SK220 XDLC. അടുത്തായി നിങ്ങൾക്ക് മുമ്പ് പരിചയപ്പെടുത്തുന്നു കുബൽക്കോ SK380 XDLC. നമ്മളുടെ 30 ടൺ ക്ലാസ്സിലെ പ്രീമിയം കാറ്റഗറി മെഷീനാണ്, മാർക്കറ്റ് ലീഡറാണ്. നമ്മൾ ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇപ്പോൾ മഴക്കാലമാണ്, മെഷീന് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഡീസൽ, നമ്മുടെ ഫ്യൂവലിലുള്ള വെള്ളത്തിൻ്റെ അംശം. ഇത് എങ്ങനെ ഒഴിവാക്കാം, നമ്മളുടെ ഒരു അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ ഇതുകൊണ്ടോ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മളുടെ ഡീസലിൽ എങ്ങനെയൊക്കെയാണ് വെള്ളം വരുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ഇത് ഫില്ല് ചെയ്യുന്ന ടൈമിലാണ് നമുക്ക് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം ടാങ്കിൽ വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതായത് കോറികളിൽ ആണ്, അതപ്പോൾ പമ്പിലോട്ട് നമ്മൾ കൊണ്ടുപോകാറില്ല. നമ്മൾ ഡീസൽ ക്യാനിൽ അല്ലെങ്കിൽ ബാരലിൽ കൊണ്ടുവന്നിട്ട് ഇതിൽ റീഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് ഈ ക്യാനുകൾ വൃത്തിയില്ലാത്തതാണെങ്കിൽ അല്ലെങ്കിൽ പമ്പിലെ ഡീസൽ വൃത്തിയില്ലാത്തതാണെങ്കിൽ എല്ലാം ഈ സിസ്റ്റത്തിൽ ഫ്യൂവലിൽ വെള്ളം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെ തടയാമെന്ന് വെച്ചാൽ നമ്മൾ വൃത്തിയുള്ള ക്യാനുകൾ ഉപയോഗിക്കുക. ഇത് ഡീസൽ ടാങ്ക് ഉണ്ട്, ഡീസൽ ടാങ്കിന് ഒരു ഫില്ലിംഗ് ക്യാപ്പ് ഉണ്ട്. ആ ക്യാപ്പിന് കറക്റ്റായിട്ടുള്ള ലോക്ക്, അതിൻ്റെ ഒരു റബ്ബർ ബൂട്ട്, ഇതെല്ലാം കൃത്യമാണോ എന്ന് പരിശോധിക്കുക. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ആ മെഷീൻ്റെ ഹെൽപ്പർ, ഇവർക്കാണ് ഇത് ഏറ്റവും എഫക്റ്റീവായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മളുടെ കോമൺ റെയിൽ ഡീസൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റമാണ് ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് നമ്മുടെ മെഷീനിലെല്ലാം ഉപയോഗിക്കുന്നത്. അത് ഏത് കോമ്പറ്റേറ്റർ സെഗ്മെൻ്റ് എടുത്താലും സെയിം ആണ്. അപ്പോൾ ഇതിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഡീസൽ ടാങ്ക്, ഫിൽറ്റേഴ്സ്, അതായത് പ്രൈമറി ഫിൽറ്റർ, സെക്കൻഡറി ഫിൽറ്റർ, ഇങ്ങനെ ഒരു കുറച്ചധികം ഫിൽറ്റേഴ്സ് നോർമൽ സിസ്റ്റത്തിനെ അപേക്ഷിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കാരണം അത്രയും പ്യൂരിഫൈ ആയിട്ടുള്ള ഡീസലാണ് നമ്മളുടെ സിസ്റ്റത്തിന് വേണ്ടത്. അപ്പോൾ ഇതിലോട്ട് കടന്നു വരുമ്പോൾ ഞാൻ പരിചയപ്പെടുത്താം. ഇതാണ് നമ്മളുടെ വാട്ടർ സെഡിമെൻറ്റ് ഫിൽറ്ററിലുള്ള റെഡ് ബാൻഡ്. ഇതിൽ വെള്ളം മിക്സായി കഴിഞ്ഞാൽ ഈ ബാൻഡ് നേരെ മേളിലോട്ട് വരികയും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഫിൽറ്ററിനകത്ത് വെള്ളം വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ഇത് ഡ്രെയിൻ പ്ലഗ് ആണ്. ഈ ഡ്രെയിൻ പ്ലഗ് ലൂസാക്കിയാൽ ഈ ഓസ് വഴി ഇതിലുള്ള വാട്ടർ കണ്ടൻറ്റ് വെളിയിലോട്ട് പോവുകയും ഈ ബാൻഡ് മേളിൽ നിന്നും ഇതേ സെയിം പൊസിഷനിലോട്ട് തിരിച്ചു വരികയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ വാൽവ് ക്ലോസ് ചെയ്യുക. അതാണ് ഇത്. നമ്മൾ ഓപ്പറേറ്റർക്ക് ഒരു നിശ്ചിത ഇടവേളകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരാഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു 100 മണിക്കൂർ കൂടുമ്പോൾ അത് കൃത്യമായി ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശം നേരെ എൻജിനിലോട്ട്, കോമൺ റെയിലിലോട്ട്, ഇഞ്ചക്ടറിലൊക്കെ എത്തുന്നത് നമുക്ക് തടയാൻ സാധിക്കും. നമ്മളുടെ മെഷീൻ്റെ ഫ്യൂൽ ടാങ്ക് വരുന്നത് ഈ ഫ്യൂൽ ടാങ്കിലാണ്. ഒരു ഡ്രെയിൻ പ്ലഗ് ഇതിൻ്റെ താഴെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ ഈ മെഷീൻ്റെ ഡീസൽ ടാങ്കിൻ്റെ അടിഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഈ ഒരു ഹോള് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇവിടെയാണ് നമ്മളുടെ ഡീസൽ ടാങ്കിൻ്റെ ഡ്രെയിൻ പ്ലഗ്, വെള്ളം ചോർത്തി കളയുന്ന ഒരു പ്ലഗ് കൊടുത്തിട്ടുണ്ട്. ഇതുവഴിയാണ് നമ്മൾ ഇതിൽ നിന്നുള്ള ഫ്യൂവലിലുള്ള ഡീസൽ കലർന്നിരിക്കുന്ന വെള്ളം ഡ്രെയിൻ ചെയ്ത് മാറ്റുന്നത്. ഡീസൽ ടാങ്കിൻ്റെ ഫില്ലിംഗ് ക്യാപ്പ്, ഇത് ഒരു റബ്ബർ ബൂട്ടാണ്. ഇതിനകത്തോട്ടൊക്കെ വെള്ളം പോകാണ്ടുള്ള ഒരു പ്രൊട്ടക്ഷന് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. ഇതും പ്രോപ്പറായിട്ട് നമ്മൾ അടച്ചിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിലെയും വെള്ളം ഡീസൽ ടാങ്കിലോട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിവിടെ പങ്കുവച്ച കാര്യങ്ങളും ഞാൻ കാണിച്ച് തന്ന കാര്യങ്ങളും എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഒരു പുതിയ വിഷയവുമായി കാണുന്നതുവരെ ഞാൻ നിർത്തുന്നു. ഗുഡ് ബൈ.